സഹികെട്ട ജനങ്ങൾ പ്രതിരോധത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. പ്രതിരോധം മാത്രമേ ഇനി രക്ഷയുള്ളൂ. തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക തന്നെ വേണമെന്ന് ഈ രാജ്യത്തെ കുറച്ച് ശതമാനം ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് നമുക്ക് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. BJP-യുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നദ്ദയെ കൃത്യമായ പ്രതിഷേധത്തിനിരയാക്കിയത് നമ്മൾ കണ്ടതാണ്. ബംഗാളിലെ ഒരു റാലിക്കിടെ നദ്ദയുടെ, അതായത് BJP-യുടെ ദേശീയ അധ്യക്ഷന്റെ വാഹന വ്യൂഹത്തിന് നേരെ ചെരുപ്പെറിയുന്ന ദൃശ്യം കണ്ട് ഞെട്ടിയവരാണ് നമ്മൾ. അതായത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സഹികെട്ടിരിക്കുകയാണ്. ഇനിയും പുറത്തു കൊടുക്കാൻ തയ്യാറല്ല ഈ രാജ്യത്തെ ജനങ്ങൾ. ദാ ഇപ്പോൾ വീണ്ടും അതേ സംഭവങ്ങൾ നടന്നിരിക്കുകയാണ്. ബംഗാളിലെ തെരുവിലാണ് കൃത്യമായ മറുപടിയുമായി പൊതുജനങ്ങൾ രംഗത്ത് വന്നത്. BJP-യുടെ നേതൃത്വം സെൻട്രൽ കൊൽക്കത്തയിലെ BJP-യുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് ഒരു പ്രചരണ യാത്ര അഥവാ ഒരു റാലി നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പോലീസിനോട് അനുമതി ചോദിച്ചപ്പോൾ പോലീസ് അനുമതി നൽകാൻ തയ്യാറായില്ല. പിന്നീട് പോലീസിന്റെ അനുമതി കാത്തു നിൽക്കാതെ BJP അവിടെ റാലി നടത്തി. യഥാർത്ഥത്തിൽ പോലീസ് അനുമതി നൽകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ BJP-യുടെ നേതാക്കന്മാർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തെരുവിൽ നേരിടേണ്ടി വന്നേക്കാം എന്നുള്ള കാരണം കൊണ്ടും ഒപ്പം മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടുമാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. ഒടുവിൽ പോലീസിന്റെ അനുമതി നിഷേധത്തെ പുല്ലുവിലയാക്കി കളഞ്ഞ് തെരുവിലിറങ്ങിയ BJP-യുടെ നേതാക്കൾക്ക് കിട്ടിയതാവട്ടെ ചുട്ട മറുപടിയാണ്. BJP-യുടെ പ്രമുഖ നേതാവായിട്ടുള്ള കൈലാഷ് വർഗിയക്കും മുകുൾ റോയിക്കും നേരിടേണ്ടി വന്നത് ചെരുപ്പേറാണ്. ഇവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ പൊതുജനങ്ങൾ ചെരുപ്പൂരിയെറിയുന്ന അതീവ ഖേദകരമായ ഒരു അവസ്ഥയാണ് BJP-ക്ക് ബംഗാളിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതായത് പൊതുജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ചുരുക്കം. BJP-യുടെ പ്രമുഖ നേതാക്കൾക്ക് ഈ രീതിയിലുള്ള ഒരു അവസ്ഥ തെരുവിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ രാജ്യത്തെ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇവർ ഭരിച്ചു കഴിഞ്ഞാൽ, ഇവർ തുടർന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലേക്ക് കടന്നു പോകുമെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. കാരണം അടിസ്ഥാന വർഗമായിട്ടുള്ള കർഷകരിലേക്ക് വരെ അവർ കൈകടത്താൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ സാധാരണക്കാരെ അവർ വെറുതെ വിടില്ല എന്നുള്ളത് ഉത്തമ ബോധ്യത്തോടുകൂടി വിദ്യാസമ്പന്നരായിട്ടുള്ള ഉത്തമ ബോധ്യമുള്ള ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ BJP-യുടെ നേതാക്കൾക്ക് പൊതു ഇടങ്ങളിൽ മറുപടി നൽകാൻ ജനങ്ങൾ തയ്യാറായി. ആ കാഴ്ചയാണ് ബംഗാളിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.